യുക്തിവാദിയായിരുന്ന പിണറായി വിജയൻ ഭക്തനായി മാറി. അദ്ദേഹം ഇപ്പോൾ വലിയ അയ്യപ്പ ഭക്തനാണ്. വെള്ളാപ്പള്ളി തന്നെ തുറന്നു പറയുന്നത്. അതിനിടയിലാണ് സുരേഷ് ഗോപി ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ശബരിമല ക്ഷേത്രം കേന്ദ്രം ഏറ്റെടുക്കുമെന്നാണ്. അദ്ദേഹം മോദിയുമായി അതിനെക്കുറിച്ച് സംസാരിച്ചു എന്നതെല്ലാമാണ് കലിംഗ് സംവാദത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു രീതിയിലേക്ക് കേന്ദ്രം എത്തിച്ചേരുമോ? തീർച്ചയായിട്ടും. കാരണം സുരേഷ് ഗോപി അങ്ങനെ കള്ളം പറയില്ല. പ്രധാനമന്ത്രിയുടെ മനസ്സറിഞ്ഞുകൊണ്ടും പ്രധാനമന്ത്രിക്ക് ഇതിനെക്കുറിച്ചുള്ള സങ്കല്പം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം. പാലായിലെ കലുങ്കിലിരുന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. കലുങ്കിലിരുന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രാധാന്യമില്ല എന്ന് വിചാരിക്കേണ്ട. കലുങ്ക് യോഗങ്ങളുടെ പരമ്പര നടത്തുകയാണ് അദ്ദേഹം. ആ കലുങ്കിലിരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ഹി ഹാസ് എ വിഷൻ. ഒരു വിഷണറിയാണ് അദ്ദേഹം. ഒരു വിഷണറിയാണ്, ദാർശനികനാണ് അദ്ദേഹം. ഹിന്ദു ക്ഷേത്രങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാടുണ്ട്. ഏറ്റവും അധികം ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുള്ള, അവിടെ ആരാധന നടത്തിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം. അവയിൽ പൂർണ്ണമായ വിശ്വാസമുള്ള ഒരാളാണ് അദ്ദേഹം. പ്രാർത്ഥിക്കുന്ന ആൾ മാത്രമല്ല, അവിടെ മന്ത്രം ചൊല്ലുകയും ആരതി ഒഴിയുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി. അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിക്ക് ഈ ക്ഷേത്രങ്ങൾ എങ്ങനെ ഭരിക്കപ്പെടണം എന്നുള്ളതിനെക്കുറിച്ച് സുവ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് 100% വിശ്വസിക്കാം. ഇപ്പോഴത്തെ കാഴ്ചപ്പാടനുസരിച്ച് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വലിയൊരു സമ്പത്തും സംസ്കാരവും അതിൻ്റെ ഭാഗവുമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ആ പ്രധാനമന്ത്രി ആ ക്ഷേത്രങ്ങൾ ഭാവിയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഈ ദർശനത്തോടു കൂടി, വിഷൻ അതോടുകൂടി മനസ്സിൽ കരുതുന്നത് പെട്ടെന്നൊന്നും അത് ചെയ്തൊരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, സംഗമമൊക്കെ സംഘടിപ്പിച്ച് വോട്ട് നേടാൻ വേണ്ടിയിട്ടുമല്ല, മറിച്ച് ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ എല്ലാം കൂടി ഒരു കൺസോർട്ടിയം, അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. ഹിന്ദു റിലീജിയസ് കൺസോർട്ടിയം. സുരേഷ് ഗോപി ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്, അല്ല ദേവസ്വമല്ല. ദേവസ്വം എന്നുള്ളത് പിന്നെ ഇല്ലാതാവുകയാണ്. ദേവസ്വം എന്നുള്ള ഭണ്ഡാരം അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇല്ലാതായിത്തീരുകയാണ്. ബ്രഹ്മസ്വം, ഈ വാക്കുകളില്ല. പിന്നെ അത് ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ ഹിന്ദു റിലീജിയസ് കൺസോർട്ടിയം, തിരുപ്പതിയും അതുപോലെ തന്നെ ദ്വാരകാ ക്ഷേത്രവും സോമനാഥ ക്ഷേത്രവും കാമാക്ഷി ക്ഷേത്രവും ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും അതിൻ്റെ കീഴിലേക്ക് വൈഷ്ണവി ക്ഷേത്രം, അമർനാഥ് ക്ഷേത്രം ഉൾപ്പെടെ എല്ലാം ഒരുമിച്ച് വരുന്ന വലിയൊരു കൺസോർട്ടിയം, പത്മനാഭസ്വാമി ക്ഷേത്രം, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം, അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കൺസോർട്ടിയം വരും. അതിന് ശക്തമായിട്ടുള്ളൊരു ഭരണ സംവിധാനവും വരും. ഇതെന്താണെന്നൊന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. സമയമെടുക്കും. എന്താ കാര്യം? കാരണം ഇത് വരണമെങ്കിൽ ആദ്യം ഒരു പൊതു സിവിൽ കോഡ് വരണം. പൊതു സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് വരണം. അത് വന്നതിന് ശേഷം ആ സിവിൽ കോഡ് സംബന്ധിച്ചിട്ടുള്ള ആക്റ്റിലായിരിക്കും അല്ലെങ്കിൽ ബില്ലിലായിരിക്കും അത് വരിക. ബില്ലിൽ ചട്ടങ്ങൾ വന്നു കഴിയുമ്പോഴാണല്ലോ ആക്റ്റ് ആവുക. ആ ബില്ലിൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തടസ്സമുള്ളതെന്ന് പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. ആ ഒരു വിഭാഗം ആൾക്കാരുടെ ആ ഒരു പ്രതിഷേധം ഒന്ന് തണുപ്പിച്ച ശേഷം മാത്രമേ, പെട്ടെന്നൊന്നുമല്ല, ഇതിലേക്ക് അദ്ദേഹം പോകും. അപ്പോൾ ദേവസ്വങ്ങൾ സ്വയം ഇല്ലാതാവും. ദേവസ്വം എന്ന് പറഞ്ഞ് വിശ്വാസമില്ലാത്തവർ അതിൻ്റെ ഭരണത്തിൽ വരിക, എന്നിട്ട് വോട്ട് എടുക്കുന്ന നമ്മുടെ ദേവസ്വം മന്ത്രി ശരണം വിളിക്കുന്നത് കണ്ടില്ലേ? ദേവസ്വം മന്ത്രി മാത്രമല്ലല്ലോ, അവർക്ക് ആ ശരി, അതാണ്. അതുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് ശ്രീജിത്ത്. ആ ശരണം വിളിയുടെ രീതി കണ്ടാൽ തന്നെ അറിയാം. അതെ, അവരുടെ ഈ 2 സംഗമങ്ങൾ നടന്നു. ഒന്ന് അയ്യപ്പ സംഗമം പമ്പ തടത്തിൽ നടന്നു. ശരണം, ശരണം, അയ്യപ്പ ശരണം. അതെ. ഇപ്പുറത്ത് താഴ്വരയിലെ പന്തളത്ത് അയ്യപ്പൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് മറ്റൊരു സംഗമം, അയ്യപ്പ ശബരിമല സംരക്ഷണ സംഗമം എന്ന് പറഞ്ഞു. അതിൻ്റെ ശരണം വിളി ഞാനന്ന് ആദ്യം ഒന്ന് അനുകരിച്ച് നോക്കുക. സ്വാമിയേ ശ്വാസം പോയി. അതും കഴിഞ്ഞ് പിന്നെ ഇത്രയും നേരം കൂടെ ശ്വാസം എടുത്തുകൊണ്ട് ഒരു സാധകനെ പോലെ ചെയ്യുന്ന ശരണങ്ങൾ. അപ്പോൾ അവിടെ ശ്വാസം നിൽക്കും. മനസ്സിലായി? അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി, വിശ്വാസത്തിൻ്റെ ആ നാദഗോപുരം.
അത് സൃഷ്ടിക്കുമ്പോഴാണ് നമ്മൾ ഈ ചലനം കണ്ട് പ്രശാന്തിന്റെ ശരണം വിളിയും കൂടെ പ്രശാന്തിൻ്റെ ശരണം വിളിയിലേക്ക് പോകുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് ഒരു നാദശാസ്ത്രമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളെയും അത് ഉജ്ജീവിപ്പിക്കും. എനിക്ക് തന്നെ ഇതിപ്പോൾ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എനർജി കിട്ടുകയാണ്, തളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രമെന്ന് പറയും. ശാസ്ത്രീയമായിട്ടുള്ളൊരു ശരണം വിളിയാണ് നടന്നത്. പക്ഷേ ഈ അവിടെ നിന്ന അയ്യപ്പ സംഗമത്തിൽ ഞാൻ എന്തുവാ ചെയ്യുന്നത്? സ്വാമി ശരണ അല്ലല്ല, അങ്ങനെയല്ല, കുറച്ചുകൂടെ നീണ്ടതന്നെ. സ്വാമി ശരണം എന്നായിരുന്നോ? അല്ല, സ്വാമിയെ ശരണമയ്യപ്പ ഇൻകുലാബ് സിന്ദാബാദുമായിട്ടാണ് അത് റെസൊണേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. നിങ്ങളുടെ വിപ്ലവ മുദ്രാവാക്യം എന്ന് പറഞ്ഞ വിശ്വാസരാഹിത്യത്തിൻ്റെ മുദ്രാവാക്യം അങ്ങനെ പറ്റും. ഈ പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിൽ അവർ മുത്തപ്പനെ സഖാവാക്കി മാറ്റിയിട്ടുണ്ട്. അതെ, അടുത്ത് അയ്യപ്പനെ സഖാവാക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇറക്കി തിരിഞ്ഞിരിക്കുന്നത്. അതെ, ഇതിപ്പോൾ ആ നീലക്കുറുക്കൻ്റെ കാര്യം പറഞ്ഞതുപോലെ നീലക്കുറുക്കൻ കുറച്ച് നാൾ സിംഹത്തിൻ്റെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ രാജാവായി കാട്ടിൽ ഇങ്ങനെ വേണം. കാരണം എന്താ? അതൊരു നീല പെയിൻറ്റിൻ്റെ തൊട്ടിയിൽ പോയി വീണ് ശരീരമാസകാലം നീലയായപ്പോൾ കാട്ടിലുള്ള അതിൻ്റെ പഴയ സഖാക്കൾക്ക് ഇതെന്തു ജീവി എന്നൊരു അത്ഭുതം തോന്നി. എന്തായാലും കാണാൻ കൊള്ളാൻ സുന്ദരനാണെന്നാൽ പിന്നെ അദ്ദേഹത്തിനെ രാജാവാക്കാമെന്ന് പറഞ്ഞ് സിംഹവും ആനയും കടുവയും പോത്തും അല്ല കാട്ടുപോത്തും എല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തെ രാജാവായിട്ട് അങ്ങ് വാഴിച്ചു. പക്ഷേ അങ്ങനെ രാജാവായിട്ട് ഇങ്ങനെ വാണു വരുമ്പോൾ തനിക്കുണം പോവില്ലല്ലോ, സ്വത്വം. ഒരു ദിവസം നല്ല നിലാവ് അങ്ങനെ കണ്ടപ്പോൾ കുറുക്കൻ സ്വന്തം ശബ്ദത്തിൽ ഊരിയിട്ടു. അത് ശരി, പെയിൻ്റ് അടിച്ച് വന്നിരിക്കുക ഇവൻ നമ്മുടെ കുറുക്കൻ, മൃഗങ്ങളെല്ലാവരും കൂടി തല്ലിക്കൊന്നു എന്ന് പറയുന്ന പോലെ അവിടെ ഈ ആഗോള സംഗമം 7 കോടി രൂപ കൊടുത്ത് വലിയ സംഭവമാക്കി അങ്ങ് പന്തലും ഒക്കെ കെട്ടി. ആളൊന്നും വന്നില്ല, കസേരകൾ ഒഴിഞ്ഞു കിടന്നു. കസേരകൾ ഒഴിഞ്ഞു എന്നാൽ AI നിർമ്മിതമാണെന്ന്. എന്നാൽ പിന്നെ AI നിർമ്മിതമായിട്ട് അങ്ങ് സംഗമം നടത്തിയാൽ പോരായിരുന്നു അവർക്ക്. അത് കണ്ടിട്ട് അപ്പോൾ അവിടെ ആളില്ലെന്നുള്ളത് വ്യക്തി, ആളില്ലെന്നുള്ളത് പോട്ടെ, ആ ശരണം വിളി വന്നപ്പോൾ പേടിച്ച് അവരെ വിളിക്കുന്നതുകൊണ്ടാണ്. ടെൻഷൻ ഇല്ലാതെ വിളിക്കുന്നവൻ ആ ദീർഘശ്വാസം എടുത്ത് വിളിക്കും. ഇവിടെ സ്വാമിയെ ശരണമയ്യപ്പ ഈ കുലാബ് സിന്ദാബാദ്, അതുപോലെ അതിൻ്റെ മാതൃകയിലാണ് അവിടുത്തെ ശരണം ചൊല്ലൽ. എന്തിനാ പിന്നെ നിങ്ങൾ ചൊല്ലാൻ പോകുന്നത്? നിങ്ങൾ ഇരുമുടി കെട്ട് കെട്ടാറില്ല, ഇരുമുടി കെട്ടുമായിട്ട് പോകാറില്ല, 18 പടികൾ ചവിട്ടാറില്ല, വ്രതമെടുക്കാറില്ല, നോമ്പ് നോൽക്കാറില്ല. പിന്നെ എന്ത് കുന്തത്തിന് അവിടെ പോയി നിങ്ങൾ മീറ്റിംഗ് കൂടിയത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് 4 പേരെ വെച്ച് നടത്താനുള്ളതേ ഉള്ളൂ. അതിന് K. ജയകുമാർ, അദ്ദേഹം ആരാ, കുക്കുടസ്വാമി ആണ് മോഡറേറ്റ് ചെയ്യുന്നത്. വന്നിട്ട് എന്തൊരു വിശ്വാസമാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിശ്വാസമുള്ള ആളായിരുന്നു. ഇദ്ദേഹം ഒരു വിശ്വാസിയാണോ? ഏതിനും ഹിന്ദുത്വത്തെയും ഹിന്ദു ഹൈന്ദവീയതയെയും എതിർത്തുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ എല്ലാ സൗജന്യങ്ങളും അദ്ദേഹം IAS കാരനായിരുന്നു, നല്ല ശമ്പളം കിട്ടി പിരിഞ്ഞ് ചീഫ് സെക്രട്ടറി ആയിട്ട് പിരിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടും തുടർന്നുള്ള സേവനങ്ങൾ അങ്ങ് കേരളത്തിന് വേണ്ടി കൊടുത്തിരിക്കുക. സൗജന്യമല്ല, അതിനേക്കാൾ വലിയ IMGയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടറായിട്ടിരുന്നുകൊണ്ട് അദ്ദേഹം പിന്നെയും മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാതെ തൊഴിലില്ലായ്മയുടെ തലസ്ഥാനമായ കേരളത്തിലിരുന്നു കൊണ്ട് ശമ്പളം വാങ്ങിച്ചു കൊണ്ടിരിക്കുക. പണ്ട് തിരൂർ തുഞ്ചൻപറമ്പിലെ മലയാളം യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ഓഫീസറായിരുന്നു. ഇദ്ദേഹത്തിന് തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്ത് വിശ്വാസം, എന്ത് കുന്തമായതുള്ളത്? ചുമ്മാ ആവശ്യമില്ലാതെ കുറേ IAS ഏതിനും K. ജയകുമാർ എന്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ മൂട് താങ്ങുന്നതുകൊണ്ട് അവിടെ സ്ഥാനം കൊടുക്കുക? ഇതൊക്കെ എന്ത് വൃത്തികെട്ട പരിപാടികൾ. ഇയാളാണോ അയ്യപ്പ ഭക്തന്മാരിൽ അഗ്രഗണ്യൻ? അതോ ആഗോള അയ്യപ്പനെ? എന്ത് കുന്തമാണിതുള്ളത്? അതോ സ്വാമിയോ? എനിക്കറിയില്ല. അതായത് കുക്കുട സ്വാമിയോ എന്ന് ചോദിച്ചത്. ഇത് അതിനൊരു വ്രതമുണ്ടെന്നേ. പണ്ട് തന്ത്രിയെ കളിയാക്കി, ആ തന്ത്രിയെ കൊണ്ട് തന്നെയാണ് ഇത് തെളിയിപ്പിച്ചത്. തന്ത്രിമാർ ബ്രഹ്മചര്യം പുലർത്തണം. നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ. അതുകൊണ്ട് തന്ത്രിമാർ ബ്രഹ്മചര്യം പുലർത്തണം. ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ച് അല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവരെ പരസ്ത്രീ സംഗമം നടത്തുന്നു. ഇപ്പം അയ്യപ്പ സംഗമം നടത്തിയതും അങ്ങനെ ഒരു പരസ്ത്രീ സംഗമമാണ്. കാരണം എന്ന് പറയേണ്ടി വരും എനിക്ക്. കാരണം എന്താണ്? അയ്യപ്പ വിശ്വാസം ഇല്ലാത്തവരുടെ സംഗമം, അതൊരു അവിശുദ്ധമായിട്ടുള്ള സംഗമമാണ്. അവിശുദ്ധമായിട്ടുള്ളൊരു സംഗമമാണ് അവിടെ നടത്തിയത്. അപ്പോൾ എന്തായാലും ഈ അവിശുദ്ധി, ഇതാണ് ഏറ്റവും വലിയ ശുദ്ധിയില്ലായ്മ. കൈകൾ ശുദ്ധമാണെന്നൊക്കെ ആയിരിക്കും അദ്ദേഹം. കൈ കഴുകി സോപ്പിട്ട് കഴുകിയാൽ ശുദ്ധമാണ്. മനസ്സ് ശുദ്ധമാവണം, ഉദ്ദേശശുദ്ധി വേണം. ഇതൊന്നുമില്ലാതെ നടത്തുന്നതാണ് ശബരിമലയുടെ ഏറ്റവും വലിയ അവിശുദ്ധി. ആ അവിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഉയരാനുള്ള ഒരു മാർഗമാണ്
പ്രധാനമന്ത്രിയുടെ ദർശന പദ്ധതിയിലുള്ള ഹിന്ദു കൺസോർഷ്യം, ഹിന്ദു റിലീജിയസ് കൺസോർഷ്യം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അത് നിലവിൽ മോദി ഇരിക്കുന്നിടത്തോളം അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ആരെതിർത്താലും തലകുത്തി മറിഞ്ഞാലും അത് വരുന്ന ദിവസമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി ഉണർന്ന് വരിക, അടിമ കിടക്കലിലേക്ക് പോവുക. അടിമത്തവും അടിമ കിടക്കലും രണ്ടും രണ്ടാണ്. അതാണ് നമുക്ക് വേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.